പ്രിയമുള്ളവരെ നമസ്കാരം. പ്രകാശം പ്രചോദനമാണെങ്കിൽ ഇരുട്ട് ബന്ധനമാണ്. കഴിഞ്ഞൊരു ആഴ്ചയിൽ ഞാൻ വീഡിയോകളിലൂടെ കല്ലുകളെക്കുറിച്ച് ഓരോ കാര്യങ്ങളും രത്നങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കെപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ബിസിനസ് പരമായിട്ടായാലും ശരി, നമ്മുടെ ചുറ്റുപാടായാലും ശരി, നമുക്കുണ്ടാവുന്ന റിലേഷനായാലും ശരി, ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ടതും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനും പ്രത്യേകമായൊരു മാധുര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ രുചിച്ചറിയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ രത്നങ്ങൾ ഓരോരുത്തർക്കും ഡെലിവറി ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവർ നമ്മളോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിനെ ട്രസ്റ്റ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ രത്നങ്ങൾ ഡെലിവറിയിലേക്ക് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു അഭിമാനവും തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ഞാനിത് പറയാനുള്ളൊരു കാരണം, രത്നങ്ങളെന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ രത്നങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള രീതിയിൽ ഓരോ രത്നങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രതിപാദിച്ച് പോകുന്നതാണ് ഈ വീഡിയോകളിലെല്ലാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രക്തബന്ധം കൊണ്ട് മാത്രം നമുക്ക് സഹോദരങ്ങളെ കിട്ടണമെന്നോ നമ്മുടെ കൂടപ്പറപ്പുകളെ നമുക്ക് ലഭിക്കണമെന്നോ ഒന്നുമില്ല. നമ്മുടെ കർമ്മപഥത്തിൽ നമ്മൾ കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്ന, നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന രീതിയിലേക്ക് മാറാതെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള കരചലനങ്ങൾ സാധ്യമാക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മുടെ ജീവിതയാത്രകളിൽ കാണാൻ സാധിക്കും. അതിൽ ഒരു നല്ലൊരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, അദ്ദേഹവും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രത്നം ഞാൻ ധരിക്കണമെന്നുള്ള കാര്യം വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നോക്കുകയും പുള്ളിക്കിപ്പോൾ യെല്ലോ സഫയർ റൂബിയുമാണ് ധരിക്കേണ്ടത്. ആ യെല്ലോ സഫയർ ധരിക്കുകയും റൂബി ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു യെല്ലോ സഫയർ സ്റ്റോൺസ്, അതായത് നാച്ചുറലായിട്ടുള്ള സിലോൺ മൈനിൽ നിന്ന് കിട്ടുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു യെല്ലോ സഫയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് അദ്ദേഹത്തിന് ഒരു ഡെലിവറി കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു, വളരെ റയറായിട്ടാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള സിലോൺ സഫയറിൻ്റെ ഒരു 12 ക്യാരറ്റിന് മുകളിലുള്ള ഒരു സ്റ്റോണിനെ കാണാൻ സാധിക്കുക. അതത്രയും ഭാഗ്യമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് തന്നെ എൻ്റെ DNA പ്രേക്ഷകരമായിട്ട് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഡെലിവറി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ച് കാലയളവായേ ഉള്ളൂ കണ്ടിട്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടായാലും ശരി, ഞാൻ സ്നേഹിക്കുന്ന, എനിക്ക് എന്നെ ഒരു സഹോദരനെ പോലെ കാണുന്ന 2 ജ്യേഷ്ഠന്മാർ എനിക്കുണ്ട്. അത് ഒരിക്കലും എൻ്റെ അമ്മ പ്രസവിച്ചവരല്ല. അത് ദൈവം നമ്മുടെ കൂടെ കൊണ്ട് കൂട്ടുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് അനുഗ്രഹമായിട്ട് തരുന്ന 2 പേരാണ്. അതിൽ ഒരാൾക്കാണ് ഞാൻ ഇന്ന് ഈ ഡെലിവറി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും അദ്ദേഹം എനിക്കും അതേ സ്നേഹവും കാര്യങ്ങളൊക്കെ തരികയും ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഡെലിവറി കൊടുക്കുമ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് താങ്ങായിട്ടും തണലായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകുന്നവരാണ് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരെന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നു ചേരുന്നതൊന്നും നമുക്ക് നല്ലതല്ല എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളും, നമ്മളെല്ലാ പേരും എല്ലാം തികഞ്ഞവരല്ല. സ്വാഭാവികമായിട്ടും അറിവുകളെന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിക്കെല്ലാം തികഞ്ഞ ഒരാളാണ് ഞാനെന്ന് ഞാൻ സ്വയമേ ചിന്തിച്ചാൽ അന്ന് തൊട്ട് എൻ്റെ അധപ്പതനം
സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറിവ് ലഭിക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസമല്ല അറിവിൻ്റെ മാനദണ്ഡം, അനുഭവങ്ങളാണ് അറിവിൻ്റെ മാനദണ്ഡമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വില കുറച്ച് കാണുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ അറിവുകൾ പകർന്നു തരുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി മാറുന്നു എന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സാധ്യമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അറിവുകളും ഞാൻ ശേഖരിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രത്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുമ്പോഴും ഓരോ രത്നങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ ഓരോ അറിവുകളും ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ രത്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ രത്നങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അപഗ്രഥനം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ എൻ്റെ സഹോദര ജ്യേഷ്ഠന് ഞാൻ കൊടുക്കുന്നതായിട്ടുള്ള രത്നമാണ് ഈ കാണുന്ന യെല്ലോ സഫയർ. ഇത് നാച്ചുറലായിട്ട് സിലോൺ മൈനിൽ നിന്ന് ലഭിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഹൈ ക്വാളിറ്റി വരുന്ന യെല്ലോ സഫയറാണ്. അപ്പോൾ ഇത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ കാരണം, നിങ്ങൾ മനസ്സിലാക്കണം, നാച്ചുറലായിട്ട് ഹൈ ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു രത്നത്തിന് ആ രത്നം എന്ന് പറയുന്നതിൻ്റെ കളർ ചന്ദനത്തിൻ്റെ കളറാണ്. തീവ്രമായ യെല്ലോയിഷ് ഇരിക്കുന്ന അല്ലെങ്കിൽ ടോപ്പസ് മോഡലിലുള്ള കളർ വരുന്നതൊന്നും അത് ഹീറ്റഡും ട്രീറ്റഡുമാണോ എന്നുള്ളത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. യെല്ലോ സഫയർ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്, മഞ്ഞൾ പുഷ്യരാഗമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതിൻ്റെ കളറാണ് ചന്ദനത്തിൻ്റെ കളർ. എല്ലാത്തിലും എല്ലാ ബന്ധങ്ങളും ഉണ്ട് എന്നും ആ കല്ലുകളുടെ രത്നങ്ങളുടെ ഒരു ശാസ്ത്രം തന്നെ ദൈവികമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇതൊരു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഹൈ ക്വാളിറ്റി വരുന്ന നാച്ചുറൽ യെല്ലോ സഫയർ. ഈ യെല്ലോ സഫയർ ഇതിൻ്റെ കളർ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതാണ് കറക്റ്റായിട്ട് വരുന്ന നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് പറയുന്ന ഒരു രത്നം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ബേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നത്. നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഞാൻ യെല്ലോ സഫയർ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രത്നത്തിന് ഹൈ ക്വാളിറ്റി സ്റ്റോൺ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. നമ്മളൊരു ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് കൊടുക്കുന്ന സമയത്ത് ആ രത്നത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ മിനറൽസും ഫോർമേഷനും രൂപാന്തരപ്പെട്ട് അത് വളരെ മനോഹാരിതയായിട്ട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് ആ മൈനിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അതിൻ്റെ ട്രാൻസ്പെറൻറ്റ്, അതിൻ്റെ ഇൻക്ലൂഷൻസ്, അതിൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാം വളരെ മനോഹരമായ രീതിയിൽ ഈ കല്ലിൽ കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ അകത്തേക്ക് കാണുന്ന ഓരോ ലെയറും മനസ്സിലാക്കണം. നമുക്ക് നാച്ചുറലിൻ്റെ അകത്തുണ്ടാവുന്നത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫോർമേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേരുകൾ സഞ്ചരിക്കുന്നത് പോലുള്ള നാച്ചുറലായിട്ടുള്ള ഫോർമേഷൻസ് ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. ഇതിലേക്ക് പ്രകാശം പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ആ കല്ലിൽ പ്രകാശം പോകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻസാണിത്. നമുക്കിതിൻ്റെ അകത്തുണ്ടാവുന്ന ആ സെൻട്രൽ ലൈനിൽ തൊട്ട് ഇങ്ങറ്റം വരെയുള്ള ഇൻക്ലൂഷൻസാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു പ്രകാശം അടിക്കുമ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിനറൽസ് ഫോർമേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ടോർച്ച് അടിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷേ അതിൻ്റെ റിഫ്ലക്ഷൻസ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മെൻഷൻ ചെയ്ത് വരുന്നുമുണ്ട്. ഇതെന്ന് പറയുന്നത് നാച്ചുറൽ യെല്ലോ സഫയറിൽ ഉണ്ടാകുന്ന ഫോർമേഷൻസാണ്. ഇത് നമുക്ക് ഒരു സിന്തറ്റിക് മേടിച്ചാൽ ലഭിക്കത്തില്ല. ഇതെല്ലാവർക്കും മേടിക്കാൻ സാധിക്കണമെന്നുമില്ല. അതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. അതൊരു വലിയൊരു കഥ തന്നെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് കൊടുക്കുന്ന വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഇതിൻ്റെ ഈ നാച്ചുറൽ ഹൈ ക്വാളിറ്റി യെല്ലോ സഫയറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
സർട്ടിഫിക്കറ്റ് നമ്പർ. ഈ സ്റ്റോൺ എന്ന് പറയുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, അതായത് ലാബിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള എൻട്രി നമ്പറാണിത്. ഇതിൽ ഈ സ്റ്റോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് യെല്ലോ സഫയർ ഇത്ര ക്യാരറ്റ് എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഷേപ്പ് ഓവൽ മിക്സ്ഡ് കട്ടിലാണ് ഷേപ്പ് ചെയ്തിരിക്കുക. കല്ലിൻ്റെ സേഫ്റ്റിനെസ്സിനും ആ ഒരു അതിലേക്കുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഏത് രത്നങ്ങളായാലും രത്നങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ട്രാൻസ്പെറൻറ്റ് വേരിയേഷനിലായിരിക്കണം ഉണ്ടായിരിക്കും. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം അതേ രീതിയിൽ വന്ന് തട്ടി ആ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഫോർമേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് കളർ എന്ന് പറയുന്നത് യെല്ലോ, ചന്ദനത്തിൻ്റെ കളറാണ് അതിലേക്ക് വരുന്നത്. ഒപ്റ്റിക് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ DRU ആണ്. RI എന്ന് പറഞ്ഞ് 1.7682 to 1.72, അതായത് അതിൻ്റെ ഇൻക്ലൂഷൻസ് റേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ചിയേഴ്സ് എന്ന് പറയുന്നതും ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്കാനറുണ്ട്. നമ്മൾ ഈ കല്ലുകളെന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി സ്റ്റോൺസുകൾ എപ്പോഴും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺസുകളാണ്. അപ്പോൾ ഈ സ്റ്റോൺസുകളെന്ന് പറയുന്നത് വളരെ റെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളത് യൂസ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് ആ റിങ്ങിന് റൗണ്ട് ബേസിൽ കൊടുത്തതെന്ന് ആ കല്ല് ഒരിക്കലും നമ്മുടെ കൈ അറിയാതെ തട്ടിയാൽ പോലും ആ കല്ലിനെ അതിൻ്റെ അകത്തേക്കുള്ള ഒരു ഞെരിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അത്രയും സെക്യൂറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കല്ലിൻ്റെ ഫോട്ടോ സഹിതമുള്ള ഈ സർട്ടിഫിക്കറ്റ് ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് ജെം ടെസ്റ്റിംഗ് ലാബിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ്ഫുള്ളാണ്. നമ്മളെ വിശ്വസിക്കുന്ന ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിനെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നതാണ്. അവർക്ക് എപ്പോഴും ഫ്രെയിം ചെയ്ത് വയ്ക്കാനും അവർക്ക് അവരുടെ വീട്ടിൽ സൂക്ഷിക്കുവാനും എപ്പോഴും സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കാനുമുള്ള ഈ കല്ലിൻ്റെ ഓതറൈസേഷനും ഒതൻറ്റിക്കേഷനുമാണ് ഇത്. അടുത്തതെന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ലാമിനേറ്റ് വേർഷൻ കൂടി കൊടുക്കും. ദിസ് കാർഡ് ഇപ്പോൾ നമ്മുടെ ഒരു ATM കാർഡ് പോലെ തന്നെ ഈ ലാബിൻ്റെ തന്നെ സ്കാനർ ഉൾപ്പെടെയുള്ള ഓതൻറ്റിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ നാച്ചുറൽ യെല്ലോ സഫയർ എന്ന് പറയുന്നത് നമുക്കിത് കാർഡായിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ കല്ലിന് എപ്പോഴും മൂല്യമുള്ളതുകൊണ്ട് ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നൊരു കാരണം, നമ്മളുടെ ഹൈ ക്വാളിറ്റി സ്റ്റോൺ എന്ന് എപ്പോഴും പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഹൈ ക്വാളിറ്റി സ്റ്റോണിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. എന്തുകൊണ്ട് ഹൈ ക്വാളിറ്റി കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാൾക്ക് ഒരു സ്റ്റോൺ ധരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഗുണം ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ധരിക്കുക എന്നുള്ളതാണ് രത്നശാസ്ത്രത്തിൽ പൊതുവിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രമേ അവർക്ക് ഈ രത്നങ്ങൾ മേടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വാസ്തവമായ കാര്യവുമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോൺ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ഹൈ ക്വാളിറ്റി മാത്രം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് നമ്മൾ ഈ രത്നം നമ്മളിപ്പോൾ യെല്ലോ സഫയർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു ഹൈ ക്വാളിറ്റി സിലോൺ മൈനിൽ നിന്ന് വരുന്നതാണ്. അതേ രത്നം ഇതാ കാണുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജുവലറിയാണ്. അപ്പോൾ അവരുടെ സൈറ്റിൽ അവരത് ചെയ്തിരിക്കുന്നത് 3.9 ക്യാരറ്റ് എന്ന് പറയുന്നത് 7,12,100 രൂപയാണ്. നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം. ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോണിൻ്റെ 3.9 ക്യാരറ്റിനാണ് അവർ 7,12,100 രൂപ അവർ ഓൺലൈൻ പ്രൈസായിട്ട് അവർ ടാഗ് ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇത് ഹൈ ക്വാളിറ്റി സ്റ്റോൺ തന്നെയാണ്. ഈ സ്റ്റോണിന് വ്യത്യാസമൊന്നുമില്ല, അത് ഹൈ ക്വാളിറ്റി സ്റ്റോൺ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റോൺ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഡെലിവറി എന്ന് പറയുന്നത് ആ ഡെലിവറിക്ക് ഞങ്ങൾ ഈടാക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 10 ക്യാരറ്റിന് മുകളിൽ 1,05,000 ആണ്. അപ്പോൾ ഇത് മൈനിൽ നിന്ന് കിട്ടുന്നത് തന്നെ എത്രയാണെന്നറിയാം. നമ്മളുടെ തുച്ഛമായിട്ടുള്ള ലാഭം എടുത്തിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പം ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് ഞങ്ങൾ സർട്ടിഫൈഡോടുകൂടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ കിടക്കുന്ന അതേ റേറ്റിൻ്റെതാണ് ഞാൻ കാണിച്ചത്. 3 ക്യാരറ്റിന് 7,12,100 രൂപയാണ്. അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വില ആൾക്കാർ നിശ്ചയിക്കുന്നതിൻ്റെ രീതി മനസ്സിലാക്കണം. 3 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ 1 ക്യാരറ്റിന് എത്ര രൂപ? 2 ലക്ഷത്തിന് മുകളിൽ അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനും മുകളിലുള്ള രത്നങ്ങളുണ്ട്.
ഇതിനും മുകളിലുള്ള ഇനിയിപ്പോൾ 2,15,000 തൊട്ട് 5 ലക്ഷം ക്യാരറ്റിന് വരുന്ന വീണ്ടും ഉണ്ട്. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം ഈ ബിസിനസ്സിൽ ഈ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഹൈ ക്വാളിറ്റി, അതിൻ്റെ റേറ്റ് എന്താണ്, അത് എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത്. നമ്മൾ ഏറ്റവും കുറച്ചിട്ടാണ് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും ബേസായിട്ടുള്ള റേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ബിസിനസ്സിനപ്പുറം എല്ലാവർക്കും മേടിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതേ സാധനം ഇതിനെക്കാട്ടി ബേസ് കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞത് പോലും ലക്ഷങ്ങൾ ഇട്ടിട്ട് ഇന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജുവലറികളെല്ലാം സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, രത്നങ്ങളെന്ന് പറയുന്നത് നമുക്ക് ലാഭം എടുക്കുക, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്, അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ നമ്മൾ രത്നങ്ങളിൽ എല്ലാ പേർക്കും കിട്ടാൻ കണക്കിനും സ്വീകാര്യതയായിട്ട് 5 ലക്ഷം രൂപ ക്യാരറ്റിനുള്ള സ്റ്റോൺസ് എത്ര പേർക്ക് മേടിക്കാൻ സാധിക്കും? പക്ഷെ അതേ സാധനം ഒരു 2 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അതിൽ 10% ആൾക്കാർ മേടിക്കും. അതേ സാധനം 1.5 ലക്ഷം രൂപയാണെങ്കിൽ അതിലൊരു 25% ആൾക്കാർ മേടിക്കും. അപ്പോൾ ഈ രത്നങ്ങളെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചത് ഓൾ ഓവർ ദ ഇന്ത്യ. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഡെലിവറികൾ നടക്കുന്നുണ്ടായിരിക്കും, എത്രയോ. അപ്പോൾ ഈ ഇത്രയും റേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തുമാത്രം ആൾക്കാരോട് കാണിക്കുന്ന നീതികേടാണെന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടതാണ്. അത് ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല, അത് അവരുടെ ബിസിനസ്സാണ്. പക്ഷേ ഇത് ഞങ്ങൾ കാണിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്, ഞങ്ങൾ എത്രമാത്രം ട്രസ്റ്റ്ഫുള്ളായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇടപെടുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ സഹിതമാണ് ഞങ്ങൾ കാണിച്ചത്. ഞങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റിന് ഞങ്ങളൊരു 55,000 എബോവ് തൊട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 55,000 വരെ വലിയ ബിഗ്ഗായിട്ട് കാണുന്ന അല്ലെങ്കിൽ ബിഗ്ഗായിട്ടുള്ള റേറ്റായിട്ട് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നിരുന്നൊരു കോളിൽ അവർക്ക് ധരിക്കേണ്ടത്, ഒരു പെൺകുട്ടിയാണ്, പുള്ളിക്കാരിക്ക് ധരിക്കേണ്ട ഒരു രത്നമെന്ന് പറയുന്നത് അക്വാമറീനാണ്. അക്വാമറീൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ക്യാരറ്റിനുള്ളതെന്ന് പറയുന്നത് 65,000 തൊട്ട് പെർ ക്യാരറ്റ് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. കാര്യം ഞങ്ങൾ മന്ദതയുള്ള അക്വാമറീനൊന്നും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ല, ഞങ്ങളൊരു ബേസിക് സ്റ്റാൻഡേർഡ് വെച്ച് പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെ സ്ഥാപനത്തിന് ഒരിക്കലും ഹൈ ക്വാളിറ്റിയിൽ നിന്ന് ലോ ക്വാളിറ്റിയിലേക്ക് ഞങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കത്തുമില്ല. അപ്പം ഞങ്ങൾ ആ റേറ്റ് പറയുന്ന സമയത്ത് അക്വാമറീൻ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ഏറ്റവും ക്ലാരിറ്റിയുള്ള അക്വാമറീനാണ്. അപ്പോൾ അത് ഓൺലൈൻ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്നത് 2 ലക്ഷം 2.5 ലക്ഷം രൂപയ്ക്കാണ് അവരിട്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഞങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നത്. കാര്യം ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളൊരു വലിയൊരു ഇൻ്റർപ്രിട്ടേഷനോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ബ്രാൻഡൊന്നും അല്ലല്ലോ. അപ്പം ഞങ്ങളുടെ ബ്രാൻഡ് ഞങ്ങൾ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ വിശ്വാസ്യതയാണല്ലോ ഒരു ബ്രാൻഡിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ അടിത്തറ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കഷ്ടപ്പാടാണ്. ഞങ്ങളുടെ ലാഭം എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം ഞങ്ങൾ കസ്റ്റമറിന് റേറ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സിങ്. അപ്പം നാച്ചുറൽ ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് കൊടുക്കുന്നത് എപ്പോഴും നാച്ചുറലായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ ആയിരിക്കണമെന്നുള്ളത് ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഞങ്ങളുടെ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി യെല്ലോ സഫയർ ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സന്തോഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. ഇപ്പോൾ എനിക്കൊരു ഡെലിവറി ഉണ്ട്, ആ ഡെലിവറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോൺ ആണെങ്കിൽ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് എൻ്റെ സന്തോഷമാണ്. ഞാൻ വെറുതെ വന്നിരുന്ന് ആ ഒരു ഡെലിവറി കൊടുക്കുന്നു, ആ ഡെലിവറി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല. ആ ഡെലിവറി കൊടുക്കുമ്പോൾ അത് കാണിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണ് ഹൈ ക്വാളിറ്റി സ്റ്റോൺസ്, എന്താണ് രത്നങ്ങൾ, ആ രത്നങ്ങളിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു കൊച്ചു സന്തോഷമായിക്കോട്ടെ, അത് ഞാൻ ശാന്തം റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേരിൽ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഭിമാനമുണ്ട്. അത് നിങ്ങളും സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. സമയം നമുക്ക് വേണ്ടി ഒരിക്കലും സഞ്ചരിക്കാറില്ല. നമ്മൾ സമയത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കണം. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും കഴിഞ്ഞു തീരാറുണ്ട്.
ബാക്കിലോട്ടിരുന്ന് ചിന്തിക്കുമ്പോൾ 1 മുതൽ 10ാം ക്ലാസ് വരെ ജീവിതത്തിൽ പ്രയാസമേറിയ പഠനകാലമാണ്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കും 1 മുതലുള്ള 10ാം ക്ലാസ് വരെ ആയിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം. അത് നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ, നമ്മുടെ ബാല്യം തിരിച്ചു കിട്ടില്ലല്ലോ. സമയം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്തിൻ്റെ പോക്ക് എത്രത്തോളം സ്പീഡാണെന്നുള്ളത് നമ്മൾ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളുടെ വളർച്ച തന്നെ സ്വാഭാവികമായിട്ടും 2 വയസ്സായ കുട്ടി 10 വയസ്സാവുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. ജീവിതം അങ്ങനെയാണ്. വളരെ 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 വേഗം സമയത്തിനനുസരിച്ച് സഞ്ചരിക്കും. സമയമാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ഏത് വ്യക്തിയായിക്കോട്ടെ, ജീവിതത്തിലെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാത്ത ഏത് വ്യക്തിയും ആയിക്കോട്ടെ, അവർ ജീവിതത്തിൽ ഒന്നും ആവില്ല. അവർ ജീവിതത്തിൽ ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യാമെന്ന് ചിന്തിക്കാത്ത ആരും നാളെ ഒന്നുമാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ ജീവിതത്തെ സമീപിക്കേണ്ട. ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. സുന്ദരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് ഈശ്വരനാണ്. മനോഹാരിത നമ്മളിലേക്ക് കാണിച്ചു തരുന്നതും ഈശ്വരനാണ്. പ്രപഞ്ചം ശക്തിയാണെങ്കിൽ, ഈശ്വരൻ ശക്തനാണെങ്കിൽ, ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് ജീവിതത്തിലെ വഴികാട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചവും മനുഷ്യനും ബന്ധങ്ങളുടെ തീവ്രതയിൽ മുന്നോട്ട് പോകുന്ന ഒന്ന് തന്നെയാണ്. പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ മനുഷ്യനും വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു. ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് ശക്തി. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.